ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ 8 പുതിയ നൂതന ഹാങ്കോ ക്ലാസ് സബ്മറൈൻസ് അന്തർവാഹിനികളിൽ മൂന്നാമത്തേത് ചൈന പാകിസ്ഥാന് കൈമാറിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഡെലിവറികളിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെ പിന്തുണയ്ക്കുക, അതുപോലെ നാവിക ശക്തി വർദ്ധിപ്പിക്കുക, ഇവയൊക്കെയാണ് ചൈന ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാൻ നാവികസേന തങ്ങളുടെ മൂന്നാമത്തെ ഹാങ്കോ ക്ലാസ് അന്തർവാഹിനി ചൈനയിലെ വുഹാനിൽ നീറ്റിലിറക്കി. ഇത് രാജ്യത്തിന്റെ നാവികശേഷിയിൽ ഒരു പ്രധാന പുരോഗതിയും ചൈനയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തലും സൂചിപ്പിക്കുന്നു. പാകിസ്ഥാന് വേണ്ടി ചൈന നിർമ്മിക്കുന്ന 8 അന്തർവാഹിനികളിൽ രണ്ടാമത്തേത് ഈ വർഷം മാർച്ചിൽ രാജ്യത്തിന് കൈമാറിയിരുന്നു. പിന്നാലെയാണ് ഇത്. ഇതിനു പുറമെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈന പാകിസ്ഥാന് 4 ആധുനിക നാവിക യുദ്ധക്കപ്പലുകൾ നൽകിയിട്ടുണ്ട്. അറേബ്യൻ കടലിൽ സ്ഥിരമായ വികസനം ലക്ഷ്യമിടുന്ന ചൈന ബലോചിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം വികസിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലും പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈനയിൽ നിന്നുള്ള ഡെലിവറികൾ വരുന്നത്. സുരക്ഷിതവും സഹകരണപരവുമായ സമുദ്ര അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനൊപ്പം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പാകിസ്ഥാൻ നാവികസേന പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് വിക്ഷേപണ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന നാവിക സ്റ്റാഫ് പ്രൊജക്ട് 2 ഡെപ്യൂട്ടി ചീഫ് വൈസ് അഡ്മിറൽ അബ്ദുൾ സമദ് പറഞ്ഞു. ഹാങ്കോ ക്ലാസ് അന്തർവാഹിനികളുടെ അത്യാധുനിക ആയുധങ്ങളും നൂതന സെൻസറുകളും എടുത്തു കാണിച്ചുകൊണ്ട് ഇവ പ്രാദേശിക ശക്തി, സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും സമുദ്ര സ്ഥിരത ഉറപ്പാക്കുന്നതിലും നിർണായകമാകുമെന്ന് വൈസ് അഡ്മിറൽ സമദ് പറയുന്നു. ഉയർന്ന നിലവാരമുള്ള പ്രതിരോധ ശേഷിയും വെടിക്കോപ്പുകളുമുള്ള ഈ രഹസ്യ സ്വഭാവമുള്ളതും വളരെ ചലനാത്മകവുമായ അന്തർവാഹിനി ചൈന പാകിസ്ഥാൻ പ്രതിരോധ സഹകരണത്തിന്റെ ഉയർന്ന തലത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഒരു ചൈനീസ് വിദഗ്ധനെ ഉദ്ധരിച്ച് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാന്റെ സൈനിക ഹാർഡ്വെയറിന്റെ 81% ചൈനയാണ് വിതരണം ചെയ്യുന്നത്. നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി ചൈന നേരത്തെ പാകിസ്ഥാന് 4 ആധുനിക യുദ്ധക്കപ്പലുകൾ നൽകിയിട്ടുമുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ പാകിസ്ഥാന് ലഭിച്ച പ്രധാന ഓർഡറുകളിൽ ചിലത് രാജ്യത്തെ ആദ്യത്തെ ചാരകപ്പലായ റിസ്വാൻ, 600-ലധികം VT-4 യുദ്ധ ടാങ്കുകൾ, 36 J-10CE 4.5 എന്നീ ജനറേഷൻ ഫൈറ്റേഴ്സ് തലമുറ യുദ്ധവിമാനങ്ങൾ എന്നിവയാണ്. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ നാവികസേന പുതിയതായി നിർമ്മിച്ച 2 ചൈനീസ് ടൈപ്പ് 054 ARP ഫ്രിഗേറ്റുകൾ നാവികസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2018-ൽ ഇരു രാജ്യങ്ങളും 4 മൾട്ടി റൂൾ ഫ്രിഗേറ്റുകൾക്കായുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു. 1ഉം 2ഉം കപ്പലുകളായ PNS തുഗ്ലക്കും PNS തൈമൂറും 2022-ൽ PN ഫ്ലീറ്റിൽ ചേരുകയും ചെയ്തു. 2022-ൽ ചൈന പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് മൾട്ടി റൂൾ J-10CE യുദ്ധവിമാനങ്ങളിൽ ആദ്യത്തേത് കൈമാറി. ഇരു രാജ്യങ്ങളും സംയുക്തമായി നിർമ്മിച്ച JF-17 യുദ്ധവിമാനങ്ങൾക്ക് പുറമെയാണിത്. സമഗ്രമായ സെൻസർ സംവിധാനങ്ങൾ, മികച്ച സ്റ്റെൽത്ത് സവിശേഷതകൾ, ഉയർന്ന മൊബിലിറ്റി, ദീർഘായുസ്, ശക്തമായ ഫയർ പവർ എന്നിവയുൾപ്പെടെ ശക്തമായ അണ്ടർ വാട്ടർ പോരാട്ട ശേഷികളാണ് ഹാങ്കോ ക്ലാസ് അന്തർവാഹിനിയുടെ സവിശേഷതയെന്ന് ചൈനീസ് സൈനിക കാര്യ വിദഗ്ധനായ ഷാങ് ജുൻഷെ ദി ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 4 ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ആഴ്ചകൾക്ക് ശേഷം ഇങ്ങനെയൊരു ഡെലിവറി വരുന്നതിനാൽ ഈ ഡെലിവറികൾ ഇന്ത്യ അതിസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ്.